നമ്മുടെ ഡയറ്റീഷ്യനായ ഡെൽവിയെ ഈ ഒരു വെബിനാറിലോട്ട് സ്വാഗതം ചെയ്യുന്നു. കൂടെ വെബിനാറിലുള്ള എല്ലാവർക്കും ഞാൻ സ്വാഗതം അർപ്പിച്ചുകൊള്ളുന്നു. അപ്പോൾ കൂടുതൽ വിഷയങ്ങൾക്കായിട്ട് നമുക്ക് ഡെൽവിയിലോട്ട് പോകാം. ഓക്കെ, ഗുഡ് മോർണിംഗ് ഓൾ. ഇന്ന് നമ്മുടെ ക്ലാസ് നമ്മുടെ ഗ്ലൂട്ടൻ രഹിത ഭക്ഷണക്രമം, അതിൽ നമുക്കൊരു ബദലായി മില്ലറ്റുകൾ, അതാണ് നമ്മളുടെ ഇന്നത്തെ ടോപ്പിക്ക് വരുന്നത്. അതിൽ ഗ്ലൂട്ടൻ എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് ഫസ്റ്റ് നോക്കാം. ഈ ഗ്ലൂട്ടൻ എന്നത് ഒരു പ്രോട്ടീനാണ്. പ്രധാനമായും ഗോതമ്പ്, യവം, ബാർലി അല്ലെങ്കിൽ റൈ എന്നിവയിൽ കാണപ്പെടുന്ന ഒരു പ്രോട്ടീനാണ് ഈ ഗ്ലൂട്ടൻ എന്ന് പറയുന്നത്. ഇത് പലവരിലും അലർജിക്കായിട്ട് കാണപ്പെടുന്നുണ്ട്. ഇത് ചിലവരിൽ ഇത് സീലിയാക് ഡിസീസ് അല്ലെങ്കിൽ ഗ്ലൂട്ടൻ ഇൻടോളറൻസ് എന്നീ ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. അപ്പം അത്തരം വ്യക്തികൾക്ക് ഒരു ഗ്ലൂട്ടൻ രഹിത ഭക്ഷണക്രമം നമുക്ക് അത്യാവശ്യമാണ്. അതിൽ ആദ്യത്തെയാണ് സീലിയാക് ഡിസീസ്. അപ്പം എന്താണ് ഈ സീലിയാക് ഡിസീസ് എന്ന് നമുക്ക് നോക്കാം. ഇതൊരു സ്വയം പ്രതിരോധ രോഗമാണ്. ഇത് ഗ്ലൂട്ടൻ അടങ്ങിയ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ സംവിധാനം ഇത് ചെറുകുടലിനെ ആക്രമിക്കുകയും അത് ദഹന പ്രശ്നങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുന്ന ഒന്നാണ് സീലിയാക് ഡിസീസ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഗോതമ്പ് അല്ലെങ്കിൽ റൈ അല്ലെങ്കിൽ ബാർലി ഇതേപോലെ ഗ്ലൂട്ടൻ അടങ്ങിയ ഭക്ഷണങ്ങൾ എടുക്കുമ്പോൾ അത് നമ്മുടെ ചെറുകുടലിനെ ബാധിക്കുകയും നമുക്ക് ദഹന പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒന്നാണ് ഈ സീലിയാക് ഡിസീസ് എന്ന് പറയുന്നത്. ഇതിലൂടെ നമുക്ക് ചെറുകുടലിന് കേടുപാടുകൾ സംഭവിക്കുകയും അത് കേടുപാടുകൾ സംഭവിക്കുമ്പോൾ എന്താണ് നമ്മുടെ ചെറുകുടലിൽ പോഷകങ്ങൾ വലിച്ചെടുക്കാനുള്ള അതിൻ്റെ കഴിവിനെ അത് ബാധിക്കുകയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ശരീരത്തിനും നമ്മുടെ ഹെൽത്തിനും വേണ്ട പോഷകങ്ങൾ നമുക്ക് കിട്ടാതെ വരുന്ന ഒരു അവസ്ഥയിലേക്ക് ഇത് മാറാണ് ചെയ്യുക. അപ്പം അതിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമുക്ക് ക്ഷീണം അനുഭവപ്പെടാം. അതുപോലെ തന്നെ മെയിനായിട്ട് ന്യൂട്രിയൻസും വൈറ്റമിൻസും ഒന്നും ബോഡിയിൽ കുടലിനെ ബാധിക്കുന്നത് കൊണ്ട് തന്നെ ഇത് നമ്മുടെ ബോഡിക്ക് ന്യൂട്രിയൻസും വൈറ്റമിൻസും കിട്ടാതെ വരുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് വെയിറ്റ് ലോസ് വരും. പിന്നെ വയറുവേദന, ഓക്കാനം, ഛർദി, പിന്നെ നമുക്ക് വിളർച്ച, അയണിൻ്റെ അബ്സോർപ്ഷൻ നടക്കുന്നുണ്ടാവില്ല ചെറുകുടലിനെ ബാധിക്കുന്നതുകൊണ്ട് തന്നെ. അതുകൊണ്ട് തന്നെ നമുക്ക് വിളർച്ച അല്ലെങ്കിൽ അനീമിയ നമുക്ക് അനുഭവപ്പെടാം. പിന്നെ ഇത് അസ്ഥികളെ വരെ ബാധിക്കുന്നുണ്ട്, അതാണ് ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ചൊറിച്ചിലുള്ളതും വ്രണങ്ങളോട് കൂടിയതുമായ ത്വക്ക് രോഗങ്ങൾ അല്ലെങ്കിൽ ത്വക്ക് ചുണങ്ങ് പോലത്തെ അസുഖങ്ങൾ വരാണ്. ഇതാണ് ഡെർമറ്റൈറ്റിസ് ഹെർപെറ്റിഫോർമിസ് എന്ന് പറയുന്ന ഒരു ഡിസീസ്, അതും ഇതിന് കാരണമായി വരുന്നുണ്ട്. ഈ സീലിയാക് രോഗത്തിനുള്ള ഒരു ഫലപ്രദമായ ചികിത്സ എന്ന് പറയുന്നത് തന്നെ ഒരു കർശനമായ ഗ്ലൂട്ടൻ രഹിത ഭക്ഷണക്രമത്തിലേക്ക് നമ്മൾ മാറണം എന്നുള്ളത് തന്നെയാണ്. ഗ്ലൂട്ടൻ അടങ്ങിയ ഭക്ഷണങ്ങൾ നമ്മൾ ഒഴിവാക്കി ഗ്ലൂട്ടൻ ഇല്ലാത്ത ഭക്ഷണങ്ങൾ നമ്മുടെ ഭക്ഷണക്രമങ്ങളിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. അടുത്താണ് ഗ്ലൂട്ടൻ ഇൻടോളറൻസ് എന്ന് പറയുന്നത്. ഇത് ഗ്ലൂട്ടൻ അടങ്ങിയ ഭക്ഷണം കഴിച്ചതിന് ശേഷം വല്ലാത്ത ക്ഷീണം അല്ലെങ്കിൽ ഓക്കാനം, ഭക്ഷണം ഇൻടോളറൻസ് ആണ്, നമുക്കത് ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് തലകറക്കം, ചിലർക്ക് ബോധക്ഷയം വരെ ഇതിലേക്ക് വരാവുന്ന കാരണങ്ങളാണ്. അപ്പോൾ ഇവിടെയാണ് നമുക്ക് നമ്മുടെ മില്ലറ്റുകളുടെ പ്രാധാന്യം കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് മില്ലറ്റുകൾ ചാമ, തിന, പ്രോസോ മില്ലറ്റ്, റാഗി, ജോവാർ മുതലായ മില്ലറ്റുകൾ നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ മെയിനായിട്ട് പ്രമേഹ രോഗികളായിരിക്കും ഷുഗർ കട്ട് ചെയ്യാനായിട്ടൊക്കെ ഈ ഗോതമ്പിലേക്ക് മാറുന്നത്. അപ്പോൾ ഗോതമ്പും അലർജി ഉള്ളവർക്ക് എന്ത് ചെയ്യും, അതൊരു ക്വസ്റ്റ്യൻ ചിഹ്നമാണ് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ളവരിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന എന്തും തികച്ചും നമ്മുടെ ബോഡിക്ക് ഗുണം ചെയ്യുന്നതുമായ ഒന്നാണ് മില്ലറ്റുകൾ എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും ഇപ്പോൾ ഷുഗർ പേഷ്യൻസിന് മാത്രമല്ല, നമ്മളെല്ലാവരും നമ്മുടെ ഭക്ഷണത്തിൽ ഒരു നേരമെങ്കിലും നമ്മൾ ഉൾപ്പെടുത്തേണ്ടതായ ഒന്നാണ് മില്ലറ്റുകൾ. മെയിനായിട്ട് ഇതേപോലെ അലർജിക്കായിട്ടുള്ളവർക്കൊക്കെ മില്ലറ്റുകൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഇത് മെയിനായിട്ട് ഇതിൽ ഗ്ലൂട്ടൻ രഹിതമായൊരു ഭക്ഷണമാണ്. അതുകൊണ്ട് തന്നെ ഇത് ഗ്ലൂട്ടൻ രഹിത ഭക്ഷണത്തിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു തികച്ചായ ഒരു നല്ല ഒരു ചോയ്സ് തന്നെയാണ്. അതുപോലെ തന്നെ ഇതിൽ പോഷക സമ്പുഷ്ടമാണ്. ഇതിൽ പ്രോട്ടീൻ, അതുപോലെ തന്നെ ഫൈബർ, വൈറ്റമിനുകൾ, മെയിനായിട്ട് വൈറ്റമിൻ ബി കോംപ്ലക്സുകൾ, ഇരുമ്പ്, കാൽഷ്യം എന്നിവയെല്ലാം ഇതിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് കഴിക്കുമ്പോൾ നമുക്ക് എന്താണ്, നമുക്ക് അലർജി പോലത്തെ രോഗങ്ങളിൽ നിന്ന് നമുക്ക് മാറാവുന്നതാണ്.
കൂടാതെ നമുക്ക് നമ്മുടെ ബോഡിക്ക് വേണ്ട എല്ലാ ന്യൂട്രിയൻസും നമ്മളുടെ ബോഡിക്ക് കിട്ടുകയും ചെയ്യുന്നതാണ്. പിന്നെ തന്നെ ഇത് ഗ്ലൈസമിക് ഇൻഡെക്സ് കുറവുള്ളതാണ്. നമ്മൾ മുൻ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് പ്രമേഹ രോഗികൾക്ക് ഇത് ഏറെ അനുയോജ്യമായ ഒരു ഭക്ഷണമാണ്. പിന്നെ ഇതൊരു ദഹനത്തിന് എളുപ്പമാണ്. നമുക്ക് അതിൽ കൂടുതൽ ഫൈബറൊക്കെ അടങ്ങിയതുകൊണ്ട് തന്നെ നമുക്ക് ദഹിക്കാൻ എളുപ്പമുള്ള ഒരു ഭക്ഷണം കൂടിയാണിത്. ഈ ഗ്ലൂട്ടൻ അലർജി ഉള്ളവർക്കും ആരോഗ്യകരമായ ജീവിതം ആഗ്രഹിക്കുന്നവർക്കും മില്ലറ്റുകൾ ഒരു മികച്ച ബദലാണ്. ഇപ്പോൾ ഗ്ലൂട്ടൻ ഉള്ള ധാന്യങ്ങൾ നമ്മൾ മില്ലറ്റ് അതിന് എന്തൊക്കെ പകരങ്ങളായിട്ട് യൂസ് ചെയ്യാം എന്നതാണ് നമ്മളൊരു ടേബിളൈസ് ചെയ്ത് നമ്മളിതിവിടെ കൊടുത്തിരിക്കുന്നത്. അതിൽ ഗോതമ്പിന് പകരം നമുക്ക് ജോവാർ, ബജ്റ, റാഗ്, ചാമ എന്തൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ഈ ബാർലിക്ക് നമുക്ക് അതിന് ബദലായിട്ട് നമുക്ക് റാഗി, തിന, ബാർണിയാഡ് പോലത്തെ മില്ലറ്റുകൾ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ റൈ, അതിന് നമുക്ക് ബദലായിട്ട് നമുക്ക് പ്രോസോ മില്ലറ്റ്, ഫോക്സ്റ്റെയിൽ മില്ലറ്റൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇതെല്ലാം നമ്മൾ ഗ്ലൂട്ടൻ രഹിതമാണ്. അതുകൊണ്ട് തന്നെ ഗ്ലൂട്ടൻ പോലത്തെ അലർജികളുള്ളവർക്ക് തികച്ചും ഇതൊരു നല്ല ബെനിഫിറ്റ് ആയിട്ടുള്ളൊരു ഭക്ഷണമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഗ്ലൂട്ടൻ രഹിത ഭക്ഷണക്രമം ആരോഗ്യത്തിൻ്റെ പുതിയൊരു വഴികാട്ടിയായിട്ട് നമുക്ക് മാറിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ മില്ലറ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ മില്ലറ്റുകൾ എന്തുകൊണ്ടും നമുക്ക് ഇങ്ങനെ ഗ്ലൂട്ടൻ അലർജി ഉള്ളവർക്കൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ് നമ്മുടെ മില്ലറ്റുകൾ എന്ന് പറയുന്നത്. അതിൽ നമുക്ക് എല്ലാ ഫൈബേഴ്സും അതുപോലെ തന്നെ വൈറ്റമിൻസും മിനറൽസും നമ്മുടെ ബോഡിക്ക് വേണ്ടതായിട്ടുള്ള എല്ലാ ന്യൂട്രിയൻസും അടങ്ങിയ ഒന്ന് തന്നെയാണ് മില്ലറ്റ്. അപ്പോൾ അത് എന്തുകൊണ്ടും നമുക്കൊരു തികച്ച ഒരു ഉപാധിയാണ്. നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ് നമ്മുടെ ഭക്ഷണക്രമത്തിലൊക്കെ. ഇനി നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ അടുത്ത് ചോദിക്കാവുന്നതാണ്. പിന്നെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഈ ഗോതമ്പിൻ്റെ യൂസ് നമുക്ക് കൂടുമ്പോഴും പലരിലും ഗ്ലൂട്ടൻ അലർജി കണ്ടുവരുന്നുണ്ട് കേട്ടോ. ഒരു പിക്ചറൈസേഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സ്മോൾ ഇൻഡസ്ട്രിൻ്റെ ഹെൽത്തി ആയിട്ടുള്ള ഇൻഡസ്ട്രിനും ഈ സീലിയാക് ഡിസീസ് ബാധിക്കുമ്പോൾ നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഒരു വില്ല എന്ന് പറഞ്ഞൊരു പാർട്ടുണ്ട്. അതിനെയാണ് മെയിനായിട്ട് ഇത് എഫക്റ്റ് ചെയ്യണത്. അപ്പോഴാണ് നമുക്കത് ഇങ്ങനത്തെ രോഗലക്ഷണങ്ങളൊക്കെ കണ്ടു തുടങ്ങുന്നത്. ഈ ഡെർമറ്റൈറ്റിസ് ഹെർപെറ്റിഫോർമിസ് എന്ന് പറഞ്ഞ ഡിസീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലൊക്കെ ഇങ്ങനെ തടിച്ച് പൊന്തി അത് പൊട്ടി അതിൽ നിന്ന് ലിക്വിഡ് കാര്യങ്ങൾ അങ്ങനത്തെ ഒക്കെ വരുന്ന നമുക്ക് ഒരു ഡെർമറ്റൈറ്റിസ് നമ്മുടെ സ്കിൻ പ്രോബ്ലമാണത്. മെയിനായിട്ട് നമുക്കത് ഭയങ്കരമായിട്ട് അലർജിക്ക് പോലെ ബ്ലിസ്റ്റേഴ്സ് പോലത്തെയൊക്കെ അങ്ങനെ കുരുക്കൾ പോലെയൊക്കെ ഫോം ചെയ്യും. ഭയങ്കര അലർജി പോലെ നമുക്ക് ഇച്ചിങ്, ചൊറിച്ചിലൊക്കെ അനുഭവപ്പെടുന്ന ഒന്നാണ് ഈ ഡെർമറ്റൈറ്റിസ് ഹെർപെറ്റിഫോർമിസ് എന്ന് പറഞ്ഞ ഒരു കണ്ടീഷൻ കേട്ടോ. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് കേട്ടോ.